ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമ്മുടെ കൂടെയുള്ളത് ഇന്ന് ഡോക്ടർ മെറിൻ പോൾ ആണ്. നമുക്ക് മാഡത്തിനോട് ഗ്ലോക്കോമയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. മാഡം, ഗ്ലോക്കോമയിൽ പലതരം ഗ്ലോക്കോമ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്ലോക്കോമ? ഓക്കെ, ഗ്ലോക്കോമ എന്ന് നമ്മൾ പറയുമ്പോൾ ബ്രോഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രൈമറി ഗ്ലോക്കോമ, സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് നമ്മൾ പറയും. പ്രൈമറിയിൽ നമ്മൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും നാരോ ആംഗിൾ ഗ്ലോക്കോമയും, അത് ഇപ്പം ഡോക്ടർ ഗീതു പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിച്ച് തന്നല്ലോ. പിന്നെ രണ്ടാമതുള്ളതാണ് സെക്കൻഡറി ഗ്ലോക്കോമ. പ്രൈമറി ആയിട്ടല്ലാതെ വേറെ എന്തെങ്കിലും കാരണം വരുന്ന ഗ്ലോക്കോമകളെയാണ് സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതായത് ഒരു കാരണവും ഇല്ലാതെ വരുന്നത് പ്രൈമറി ഗ്ലോക്കോമ. കറക്റ്റ്. എന്തെങ്കിലും ഒരു കൺസിഡർ ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് സെക്കൻഡറി ഗ്ലോക്കോമ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഗ്ലോക്കോമകൾ ആണ് സെക്കൻഡറി ഗ്ലോക്കോമ. ഓക്കെ, സെക്കൻഡറി ഗ്ലോക്കോമയും തിമിരവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ സെക്കൻഡറി ആയിട്ട്, ആ പ്രൈമറി കോസിന് സെക്കൻഡറി ആയിട്ടാണ് സെക്കൻഡറി ഗ്ലോക്കോമ വരുന്നത്. അതിപ്പോ ഇഞ്ചുറി ആകാം, ചിലപ്പോൾ നീർക്കെട്ടുകൾ, പലയിനം നീർക്കെട്ടുകളാകാം. പിന്നെ ഈ പറഞ്ഞ പോലെ തിമിരത്തിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിമിരം ഒരു പരിധി കഴിയുമ്പോൾ തിമിരം മൂക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ അതിന്റെ സൈസ് വലുതാകും, എന്നിട്ട് അത് കണ്ണിനുള്ളിൽ മർദ്ദം കൂട്ടും, അല്ല ചിലപ്പോൾ അത് പൊട്ടും. പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള തിമിരത്തിനുള്ളിലുള്ള ദ്രവ്യങ്ങൾ ലീക്ക് ചെയ്ത് കണ്ണിനുള്ളിലേക്ക് വന്ന് കണ്ണിന്ന് നമ്മുടെ കണ്ണിനുള്ളിലുള്ള ദ്രാവകങ്ങൾ പോകാനുള്ള ആ ചാനലിനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ അത് സെക്കൻഡറി ഗ്ലോക്കോമ ആയിട്ട് മാറും. അപ്പൊ ആ പേഷ്യന്റിന് തിമിരവും ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ സെക്കൻഡറി ഗ്ലോക്കോമയും കൺവേർട്ട് ആവും. അതെ. അപ്പൊ അത് സമയത്തിന് നമ്മളത് തിമിരം എടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്ലോക്കോമ കാരണം കണ്ണിന്റെ ഞരമ്പുകൾ പെർമനന്റ് ആയിട്ട് കേടായി പോവുകയും ചെയ്യും. അതും കൂടാണ്ട് കണ്ണിൽ വേദനയും നീർക്കെട്ടും പെർമനന്റ് ആയിട്ട് നിൽക്കാനും ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിലെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ, പേഷ്യന്റ് ഓൾറെഡി കാറ്ററാക്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് വിചാരിക്കും തിമിരം കൊണ്ടുള്ള കാഴ്ചക്കുറവാന്ന്. ഒരിക്കലും അവര് ഗ്ലോക്കോമ എന്നുള്ള കാര്യം ചിന്തിക്കുക പോലും ഇല്ല, അല്ലേ മാഡം? ഇനിയിപ്പോ തിമിരം കറക്റ്റ് സമയത്ത് ചെയ്താൽ ഈ സെക്കൻഡറി ഗ്ലോക്കോമയെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഏർലി സ്റ്റേജസ് ഓഫ് സെക്കൻഡറി ഗ്ലോക്കോമയാണ് തിമിരം വല്ലാണ്ട് വീർത്തു, എന്നിട്ട് പ്രഷർ പതുക്കെ കയറുന്ന സമയത്ത് നിങ്ങൾ വന്ന് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ സെക്കൻഡറി ഗ്ലോക്കോമ തീർത്തും ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷെ തിമിരം പൊട്ടിയിട്ട് വരുന്ന സെക്കൻഡറി ഗ്ലോക്കോമ ആണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമുക്ക് തിമിരം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ടും, കാരണം അത്രയ്ക്ക് പെയിൻ ആയിരിക്കും പേഷ്യന്റ്. പക്ഷെ എന്നാലും അവർക്ക് ജീവിതകാലം പിന്നെ ഗ്ലോക്കോമയുടെ മെഡിസിൻസ് ഒഴിക്കേണ്ടി വരും, കണ്ണിന്റെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തിമിരത്തോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോക്കോമയും കൂടെ ശ്രദ്ധിക്കണം. ഇതിനുള്ള പ്രിവെൻഷനായിട്ട് പറയണത് എപ്പോഴും ഐ ചെക്കപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഗ്ലോക്കോമ കാരണം മോസ്റ്റ്ലി അതൊരു സൈലന്റ് ഡിസീസാണ്. പക്ഷെ ഈ സെക്കൻഡറി ആയിട്ട് വരുമ്പോൾ വളരെയധികം വേദനയും ഛർദിലും ഒക്കെ ആയിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. പലപ്പോഴും പേഷ്യന്റ് കണ്ണുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാണ്ട് ഛർദിയും വേദനയും തലവേദനയും ശക്തിയായി വരുമ്പോൾ അവർ വേറെ ഫിസിഷ്യൻസിനെ ഒക്കെ കാണാൻ പോയിട്ടും ഈ കണ്ണിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു മനസ്സിലാക്കുക പോലും ഇല്ലാത്ത ഒരു അവസ്ഥ പലപ്പോഴും കാണാമായിരിക്കും. ഓക്കെ, നന്ദി മാഡം. താങ്ക് യു സോ മച്ച്.